ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങിയിട്ട് ഇതേവരെ അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കുറച്ച് സ്ക്രോളും കുറച്ച് പേപ്പേഴ്സും മാത്രം കരുതി വെച്ചിരിക്കുന്നു. ബില്ലൊക്കെ എഴുതി സാധനങ്ങൾ സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് കമ്പനി, പ്ലാസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ കമ്പനിയുടെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഒരു അക്കൗണ്ട്സും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഇതുവരെ എന്ന രീതിക്ക് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് തന്നെയാണ് ക്ലാസ്സിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ, മിസ്റ്റർ സാം ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം സ്വയം തന്നെ ഒരു വൺ മാൻ ഷോ പോലെ തന്നെ കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ചെറിയൊരു ഫാക്ടറി ഉണ്ടാക്കി അതൊരു ഇഞ്ചക്ഷൻ മോൾഡിങ് പ്ലാസ്റ്റിക് ഐറ്റംസാണ് പുള്ളി തുടങ്ങിയിരിക്കുന്നത്. ആ മോൾഡിങ് യൂണിറ്റിൽ ഒരു 4 സ്കിൽഡ് വർക്കേഴ്സും 4 ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീൻസ് ഉണ്ട്. അതുകൊണ്ട് 4 സ്കിൽഡ് വർക്കേഴ്സും 3 അൺസ്കിൽഡ് ലേഡി വർക്കേഴ്സും ഒരു സൂപ്പർവൈസറും ഉണ്ട്. ഒരു ഫാക്ടറി ബിൽഡിങ്ങും അതിനോട് ചേർന്നൊരു ഓഫീസ് ബിൽഡിങ്ങും ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതിൻ്റെ കൂടെ അദ്ദേഹം അവിടെ ഫാക്ടറിയിൽ കുറച്ച് പേപ്പേഴ്സ് ഒരു ബാഗിനുള്ളിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ബില്ലിൻ്റെ ട്രിപ്ലിക്കേറ്റ് കോപ്പിയുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ലെറ്റേഴ്സ് വന്നതുണ്ട്, അങ്ങനെ കുറേ പേപ്പേഴ്സ്. പിന്നെ ഫാക്ടറിയിലാണെങ്കിൽ കുറച്ച് നോട്ട്ബുക്കുകളുണ്ട്, അതിൽ പിന്നെ ഒരു സ്ക്രോളും ഉണ്ട്. സ്ക്രോളെന്ന് പറഞ്ഞാൽ അവരുടെ ഫാക്ടറിയിൽ കുറച്ച് പണം പെറ്റി ക്യാഷ് കൊടുത്ത് ഏൽപ്പിക്കും. അവരുടെ വരവ് ചെലവുകൾക്കും വേജസിൻ്റെ കുറച്ച് അഡ്വാൻസ് കൊടുക്കാനും വേജസ് കൊടുക്കാനും ഒക്കെ കൂടിയായിട്ട് മിസ്റ്റർ സാം ഫാക്ടറിയിലുള്ള ലേഡിയുടെ കയ്യിൽ കുറേ പണം കൊടുത്തു വയ്ക്കും, പെറ്റി ക്യാഷായിട്ട് കൊടുത്തു വയ്ക്കും. അതിൻ്റെ കണക്കുകൾ അവരതിനകത്ത് എഴുതിയിട്ടുണ്ട്. വേറൊരു നോട്ട്ബുക്കിലേക്ക് പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ, പ്രൊഡക്ഷൻ ഉണ്ടാക്കിയതിൻ്റെ സാധനങ്ങളുടെ ഡീറ്റെയിൽസ്, വെയിറ്റ്, സ്ക്രാപ്പ് എത്രയുണ്ട്, അത് സ്ക്രാപ്പ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് എത്ര പണം കിട്ടി, ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഡീറ്റെയിൽസും വയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ടേൺ ഓവർ 40 ലക്ഷത്തിന് മേലെ ഇല്ലാത്തതിനാൽ GST രജിസ്ട്രേഷനും എടുത്തിട്ടില്ല. എന്നാൽ GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഇൻട്രസ്റ്റേറ്റഡ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, പുറത്തുനിന്ന് സാധനം ഉള്ളതാണെങ്കിൽ തീർച്ചയായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ടേൺ ഓവർ 40 ലക്ഷത്തിൽ താഴെയും എന്നാൽ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസോ സെയിലോ ഇല്ലാത്തതും കൊണ്ടുമാണ് ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഓട്ടോമാറ്റിക് മെഷീൻസ്, വലിയ ഓട്ടോമാറ്റിക് മെഷീൻസൊക്കെ വാങ്ങി കുറച്ച് ഡെവലപ്പ് ചെയ്യണമെന്നും GST രജിസ്ട്രേഷൻ എടുക്കണമെന്നും അതിനായിട്ട് നല്ലോണം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം റിനു എന്ന ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ഈ പുള്ളി ഓൾ കേരള വൈസിൽ ഓൾ കേരള യിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഹോൾസെയിൽ ഡീലേഴ്സിന് ഏരിയ വൈസിൽ ട്രിപ്പ് നടത്തി ലോറി വാടകയ്ക്കെടുത്ത് കയ്യിലൊരു കാർഡ് ടൈപ്പിംഗ് മെഷീനൊക്കെ പിടിച്ച് ബിൽ ബുക്കും നോട്ട് ബുക്കൊക്കെ ആയിട്ട് പുള്ളിയും ഇങ്ങനെ ഓൾ കേരള ഓരോ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പിൽ വണ്ടിയിൽ പുള്ളി തന്നെ ഉണ്ടാകും. ഓരോ ട്രിപ്പിലും ഒരു ഏരിയ തിരിച്ച് 4 ഭാഗം വെച്ചും കൊണ്ട് കേരളത്തിലുള്ള ഓരോ ഭാഗത്തേക്കും 4 ഭാഗം വെച്ചും കൊണ്ട് പുള്ളി ട്രിപ്പ് നടത്തുകയാണ്. ആ ട്രിപ്പിൽ പുള്ളി കടമൊന്നും കാര്യമായിട്ട് കൊടുക്കത്തില്ല. ഒന്നുകിൽ കാർഡ് മെഷീനിൽ സ്വൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്യാഷായിട്ട് മേടിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ അല്ലെങ്കിൽ കറണ്ട് ഡേറ്റ് ചെക്കോ മേടിക്കും. ഒന്നും കടമല്ല എന്തായാലും. അങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇനി ആ പുള്ളിയുടെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ഇത്രയും ഡീറ്റെയിൽസൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ആയില്ല. ആ പുള്ളിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ. പുള്ളിക്ക് അറിയേണ്ടത് പുള്ളി എന്തുമാത്രം പണം ഈ സ്ഥാപനത്തിലേക്ക് മുടക്കിയിട്ടുണ്ട് എന്ന് പുള്ളിക്ക് അറിയണം. പിന്നെ എന്തൊക്കെ അറിയണം? ഹൗ മച്ച് എമൗണ്ട് ഹി ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ്, വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് ആൻഡ് മാർജിൻ, വാട്ട് ഈസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, how can he expand the business with the automatic machines and its funding. പിന്നെ GST രജിസ്ട്രേഷൻ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്, ഇതെല്ലാം കണക്കാക്കിയാണ് ഇദ്ദേഹം
പുതിയ സ്റ്റാഫ് റിനുവിനെ വെച്ചിരിക്കുന്നത്. റിനു എങ്ങനെയാണ് ഈ പുള്ളിയുടെ സ്ഥാപനത്തിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നത്? ഇതെല്ലാം കിട്ടണമല്ലോ. ആദ്യം തന്നെ ആ ബാഗിൽ വെച്ചിരിക്കുന്ന ബില്ലുകളെ എല്ലാത്തിനെയും ഓരോരോ ഫയലുകളിലാക്കി ഫയൽ ചെയ്തു. അതിനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഡേറ്റ് ബാറാക്കി, സെയിൽ ബില്ലുകളുടെ ട്രിപ്ലിക്കേറ്റ് എടുത്തിട്ട് സെയിൽ ബിൽ ഫയലിലാക്കി, പർച്ചേസസ് ആൻഡ് കൺസ്യൂമബിൾസിന് ഒരു ഫയലുണ്ടാക്കി, പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ പേപ്പേഴ്സ് എല്ലാം വയ്ക്കാനായിട്ട് അതിനൊരു ഫയലുണ്ടാക്കി, വൗച്ചേഴ്സ് ആൻഡ് എക്സ്പെൻസസിനൊരു ഫയലുണ്ടാക്കി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനൊരു ഫയലുണ്ടാക്കി, കറസ്പോണ്ടൻസിനൊരു ഫയലുണ്ടാക്കി, അസറ്റ്സിനൊരു ഫയലുണ്ടാക്കി. അപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ പേപ്പേഴ്സും ഓരോരോ ഫയലുകളിൽ ഡേറ്റ് ബാറായി പുള്ളി ഫയൽ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ അക്കൗണ്ടിങ് വർക്ക് തുടങ്ങുകയാണ്. ടു റീച്ച് ദ ക്യാപിറ്റൽ ഓഫ് ദ ബിസിനസ്, ഈ ബിസിനസ്സിലേക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓണർ സാം എന്ന് അറിയാനായിട്ട് അതിനുള്ള കറസ്പോണ്ടൻസും എഗ്രിമെൻ്റ്, MOU എഗ്രിമെൻറ്റുകളും MOU അല്ലെങ്കിൽ മറ്റ് കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റുകളൊക്കെ എല്ലാം എടുത്തു വെച്ചിരുന്നു നോക്കിയതിൽ നിന്ന് പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി. 10 സെൻറ്റ് സ്ഥലം, അതിൻ്റെ ലാൻഡ് സാമിൻ്റെ സ്വന്തം തന്നെയാണ്. ആ സ്വന്തം സ്ഥലത്ത് ഒരു ഫാക്ടറി ബിൽഡിംഗ് നിർമ്മിക്കാനായിട്ട് കോൺട്രാക്ടറുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 8 ലക്ഷം രൂപ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സാം അത് നോട്ട് ചെയ്ത് വെച്ചു. ഒരു ബുക്ക് എടുത്തിട്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുകയാണ്. 8 ലക്ഷം രൂപ ആണ് ഇദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണം കൊടുക്കേണ്ടത്. എന്നാൽ പിന്നീട് ബാങ്ക് വഴി നോക്കുകയും പേയ്മെൻറ്റ് കൊടുത്തതെല്ലാം നോക്കുമ്പം അതിലും കുറേ കൂടി കൂടുതൽ വരികയും ചെയ്യും. അപ്പോൾ ആ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൻ്റെ ഒരു ഏകദേശ രൂപം മാത്രമേ ആകുന്നുള്ളൂ. ആക്ച്വൽ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് ഈ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്ന ക്യാഷായിട്ടും ചെക്കായിട്ടും കൊടുത്തിരിക്കുന്ന ബാങ്കിൽ നിന്ന് കൊടുത്തിരിക്കുന്നതുമായ ടോട്ടൽ എമൗണ്ടിനെയും എടുക്കേണ്ടി വരുന്നു. അടുത്തത് അസറ്റ്സിൻ്റെ ഫയലിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉണ്ടാക്കി. അസറ്റ്സായിട്ട് ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീൻസ് വാങ്ങിയത്, അതിൻ്റെ മോൾഡുകൾ വാങ്ങിയത്, ടൂൾസ് ആൻഡ് ആക്സസറീസ് വാങ്ങിയത്, അതിന് ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ്, ഇലക്ട്രിക്കൽ ഫിക്ചേഴ്സ് എക്സെട്ര, അത് ഒരു അസറ്റ് ഫയലിൽ ഒരു സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 3,45,600 ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ആദ്യം 8 ലക്ഷം രൂപ, പിന്നെ 3,45,600. അത് കഴിഞ്ഞ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പ്രിപ്പയർ ചെയ്തു. പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് എത്ര രൂപ കോൺട്രാക്റ്റർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് പർച്ചേസസിൻ്റെ ഫയലെടുത്തു, സെയിൽസിൻ്റെ ട്രിപ്ലിക്കേറ്റിൻ്റെ ഫയലും എടുത്തു. പർച്ചേസ് ഫയലിൽ നിന്ന് ഒരു പർച്ചേസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി, സെയിൽസിൻ്റെ രജിസ്റ്ററിൽ നിന്ന് ഒരു സെയിൽസിൻ്റെ ബില്ലിൽ നിന്ന് സെയിൽസ് രജിസ്റ്ററും പ്രിപ്പയർ ചെയ്തു. കൂടാതെ പർച്ചേസിൻ്റെ സ്റ്റോക്ക് വന്നത്, റോ മെറ്റീരിയൽ വന്നത് നോക്കിക്കൊണ്ട് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടാക്കി. ഫാക്ടറിയിൽ അവർ പ്രൊഡക്ഷന് വേണ്ടി ഓരോ പ്രാവശ്യം എടുക്കുമ്പം അതൊരു നോട്ട് ബുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് പ്രൊഡക്ഷൻ രജിസ്റ്ററും പ്രിപ്പയർ ചെയ്തു. വേജസ് കൊടുക്കുന്നതിന് അവിടുത്തെ പെറ്റി ക്യാഷ് ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വേജസിൻ്റെ അഡ്വാൻസ് കൊടുത്തതും അലവൻസസ് കൊടുത്തതെല്ലാം വെച്ചും കൊണ്ട് ഒരു വേജസ് രജിസ്റ്ററും പ്രിപ്പയർ ചെയ്തു. നൗ വി ക്യാൻ ചെക്ക് എങ്ങനെയാണ് ഈ അക്കൗണ്ടൻ്റ് ഈ ബുക്കുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തത്, പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. അത് തന്നെ പർച്ചേസ് രജിസ്റ്റർ. പർച്ചേസ് രജിസ്റ്റർ ഓരോ ഡേറ്റ് എക്സാമ്പിളായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഈ എക്സാമ്പിൾ പ്രകാരം പർച്ചേസ് 1 ഡിസംബറിൽ ABC പ്ലാസ്റ്റിക്കിൽ നിന്ന് 56,000 സാധനങ്ങൾ വാങ്ങി. പക്ഷേ 10,000 റുപ്പീസ് ആ 1 ഡിസംബറിൽ തന്നെ പുള്ളിക്ക് ക്യാഷായിട്ട് അഡ്വാൻസ് കൊടുത്തു. ബാക്കി 46,000 രൂപ 5th ഡിസംബറിന് NEFT ആയിട്ട് ഇട്ട് കൊടുത്തു. എന്താണ് NEFT എന്ന് പറഞ്ഞാൽ? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറാണ്. നമുക്ക് ബാങ്കിൽ നിന്ന്, നമ്മുടെ ബാങ്കിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് NEFT. അടുത്തത് എക്സർ പ്ലാസ്റ്റിക്സ് എന്ന കമ്പനിയിൽ നിന്ന്
85,000 ബില്ലാണ്, ഗുഡ്സാണ് വന്നിരിക്കുന്നത്. ആ 85,000 RTGS ആയിട്ട് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയും. NEFT പോലെ തന്നെ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്, ഫണ്ട് ട്രാൻസ്ഫറിങ് ആണ് RTGS. അതുപോലെ വേറെ ഒന്ന് PO പാക്കേജസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് കുറച്ച് കാർട്ടണുകളും പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഐറ്റം കവർ കുറേ പാക്കിംഗ് മെറ്റീരിയൽസും വാങ്ങി അതിൻ്റെ പേയ്മെൻറ്റ് NEFT ആയി തന്നെ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. മൊത്തം ഇത്രയും പർച്ചേസസ് ഉണ്ടായി. ആ പർച്ചേസസിന് ഒരു രജിസ്റ്റർ ഉണ്ടാക്കി, ഡേറ്റ്, അവരുടെ ബിൽ നമ്പർ, നെയിം ഓഫ് ദ സപ്ലയർ, എമൗണ്ട്, അതിൽ അഡ്വാൻസ് എത്ര കൊടുത്തു, ബിൽ എമൗണ്ട് എത്രയാണ്, മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണ് കൊടുത്തത്, അതിൻ്റെ ഡേറ്റ്, കൊടുത്തതിൻ്റെ ക്യാഷായിട്ട് കൊടുത്തവരുടെ ക്യാഷ്, ബാങ്കായിട്ടാണ് കൊടുത്തെങ്കിൽ അതെങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് റിമാർക്സിലും എഴുതിക്കൊണ്ടാണ് ഒരു പർച്ചേസ് രജിസ്റ്റർ എഴുതി വെച്ചത്. എന്നാൽ ഇത് GST ഒക്കെ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ടാക്സൊക്കെ മാറ്റി തിരിച്ചിട്ടിട്ട് അതിനൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റൊക്കെ എടുക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെയല്ല എഴുതേണ്ടത്. പക്ഷേ ഈ പാർട്ടിക്ക് GST ഒന്നും രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലാത്തതിനാൽ തൽക്കാലം ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് സെയിൽസ് രജിസ്റ്റർ. സെയിൽസ് രജിസ്റ്റർ ഓരോ ടൈമിലും ഇപ്പോൾ 15th ഡിസംബറിനാണ് ഒരു വണ്ടി അങ്ങ് പോകുന്നത്. ഈ വണ്ടി ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ, ഫുൾ ലോഡായിട്ട് പോകുമ്പോൾ ബിൽ എമൗണ്ട് എത്രയാണ്, അതിലെത്ര ക്യാഷായിട്ട് കിട്ടി, അതിലെത്ര ഡിസ്കൗണ്ട് കൊടുത്തു, അതിനെത്ര ബാങ്ക് ചാർജായി, ബാങ്കിൻ്റെ ചെക്ക് ഡേറ്റ് എന്നാണ്, ചിലർ PD ചെക്കാണ്, പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് തരുന്നെങ്കിൽ അതിൻ്റേത്, മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷാണോ കാർഡാണോ, ഇനി ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റുകാരുടെ ചെക്ക് മേടിക്കുന്നുണ്ടാവും, വെറുതെ ചുമ്മാ ക്രെഡിറ്റ് ആയിട്ട് പോരത്തില്ല, ആ ചെക്കിൻ്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണെങ്കിൽ അതിൻ്റെ ഡേറ്റ്. ഇങ്ങനെയാണ് ഒരു സെയിൽസ് രജിസ്റ്റർ ഉണ്ടാക്കിയത്. ഡേറ്റ്, ബിൽ നമ്പർ, നെയിം ഓഫ് ദ കസ്റ്റമർ, ബിൽ എമൗണ്ട്, മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കാർഡാണെങ്കിൽ കാർഡ്, ക്രെഡിറ്റ് ആണെങ്കിൽ എത്രയാണ് ക്രെഡിറ്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ആ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നവർക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ചെക്കിൻ്റെ ഡേറ്റും കൂടെ വെച്ചിട്ടുണ്ട് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നവർക്ക്. ഡിസ്കൗണ്ട് കൊടുത്തവരുടെ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണ്. കാർഡ് വഴി പേയ്മെൻറ്റ് വന്നതാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക, 30,105 എമൗണ്ട് പക്ഷേ പാസ്സായി വന്നിരിക്കുന്നത് 29,563 ആണെങ്കിൽ ബാലൻസ് ഒരു 1.8% അടുത്ത് അല്ലെങ്കിൽ അതിനോട് മേലെ ബാങ്ക് ചാർജായിട്ട് ആ ബാങ്ക് പിടിച്ചിട്ടുണ്ടാവും. അതാണ് സൈറ്റ് മെഷീനിൽ കൂടി ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്താലുള്ള പ്രശ്നം. അപ്പോൾ ആ ബാങ്ക് ചാർജും എഴുതി. സോ ടോട്ടൽ ബാങ്ക് ചാർജ് 1,845 നമുക്ക് എൻട്രി ഇടാം. ഇതിൻ്റെയൊക്കെ അക്കൗണ്ടിങ് എങ്ങനെ നടത്തണം എന്നത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അടുത്തത് സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്റർ 2 പർച്ചേസാണ് നമുക്ക് വന്നേക്കുന്നത്. ABC പ്ലാസ്റ്റിക്കിൽ നിന്നും ടെക്സർ പ്ലാസ്റ്റിക്കിൽ നിന്നും വന്നിരിക്കുന്നതിൻ്റെ എത്ര കിലോ പ്ലാസ്റ്റിക് ഗ്രാനുൾസാണ് വന്നത് അതെഴുതി. ഇവിടെ നമ്മൾ ഒറ്റ പ്രൊഡക്ഷനേ പറഞ്ഞിട്ടുള്ളൂ, ആ ഒറ്റ സപ്ലൈയുമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ സപ്ലൈക്ക് വേണ്ടിയിട്ട് 1,800 കിലോയാണ് ഇതിനകത്തുനിന്ന് പ്രൊഡക്ഷന് വേണ്ടി എടുത്തത്. ഇനി പ്രൊഡക്ഷൻ രജിസ്റ്റർ നോക്കിക്കേ, 1,800 രൂപ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് അവരെടുത്തിട്ടുണ്ട്, റിസീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. 1,800 കിലോ റോ മെറ്റീരിയൽ എടുത്തിട്ട് അവർ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 1,620 കിലോയാണ്. അപ്പോൾ സ്ക്രാപ്പ് ബാക്കി എത്ര ഉണ്ടാവും? 100 കിലോ സ്ക്രാപ്പ് ഉണ്ടാവും. പക്ഷേ പ്ലാസ്റ്റിക്കിന് പ്രോസസ്സിങ് വേസ്റ്റ് ഉണ്ടാവും, ഒരു 80 കിലോ വേസ്റ്റേജും ഉണ്ടായിട്ടുണ്ടാവും. ഒന്നും കൂടി ശ്രദ്ധിച്ച് കാണാം. സ്റ്റോക്ക് രജിസ്റ്ററിലെ ഡേറ്റ്, ബിൽ നമ്പർ, സപ്ലയർ ആരാണോ അവരുടേത്, റെസിപ്റ്റ്സ്, ഇഷ്യൂസ്, ബാലൻസ്, ഇതാണ് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ചെയ്താലും എവിടെ ചെയ്താലും ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഇരിക്കുന്നത്. ഡേറ്റ്, ബിൽ നമ്പർ,
റോ മെറ്റീരിയൽസിൻ്റെ ആണെങ്കിൽ ആ റോ മെറ്റീരിയൽസിൻ്റെ സപ്ലയർ ആരൊക്കെയാണോ അവരുടെ ബിൽ നമ്പർ അവരിൽ നിന്ന് കിട്ടിയത് നമ്മുടെ ഫാക്ടറിയിൽ പ്രൊഡക്ഷന് വേണ്ടി എടുത്തതാണ് ഇഷ്യൂ വരുന്നത്. ബാലൻസിന് എത്രയുണ്ടോ അതിവിടെ എഴുതണം. അത് വെച്ച് പ്രൊഡക്ഷൻ നടത്തി കഴിയുമ്പോൾ പ്രൊഡക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പ്രൊഡക്ഷൻ എടുത്തിരിക്കുന്നത്? 8-ാം തീയതി ഡിസംബർ 8-ന് എടുത്തു. എത്ര എടുത്തു? 1800 എടുത്തു. ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയൊക്കെ കിലോ ഉണ്ടാക്കി? അതിനെ ഇനി നമ്പറായിട്ട് കണക്കാക്കുകയാണെങ്കിൽ 2400 നമ്പേഴ്സ് ഉണ്ടാക്കി. 4 ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീനാണ്, അതാണ് 4ആയിട്ട് ഇട്ടിരിക്കുന്നത്. 4 പേരും 405 കിലോ വീതമാണ് എടുത്തിരിക്കുന്നത്. 4 പേരും 600 നമ്പേഴ്സ് ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ സ്ക്രാപ്പായിട്ട്, പ്ലാസ്റ്റിക് ആകുമ്പോൾ എപ്പോഴും സ്ക്രാപ്പായിട്ട് കുറച്ച് വേസ്റ്റ് മാറും. നമുക്കതിനെ വിൽക്കാം, സ്ക്രാപ്പിന് നിസ്സാര വിലയെ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്ക്രാപ്പ് ഐറ്റമായിട്ട് ഒരു 100 കിലോ ഐറ്റം വന്ന് കിടപ്പുണ്ട്. കുറച്ച് കാണാൻ പോലും പറ്റാതെ പ്രോസസ് വേസ്റ്റേജ് പോകും, അത് 80 കിലോ. ഈ പ്രൊഡക്ഷൻ രജിസ്റ്റർ പ്രകാരം നമുക്ക് 80 കിലോ വേസ്റ്റ് കാണാനില്ല, പോയിരിക്കുന്നു. പ്രോസസ് വേസ്റ്റാണത്. 100 കിലോ സ്ക്രാപ്പ് വേസ്റ്റ് ഉണ്ട്, അത് നമുക്ക് വിറ്റ് ചെറിയ പൈസ കിട്ടും. പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 2400 ഐറ്റംസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ നമ്മൾ നമ്പേഴ്സിൽ എഴുതിയാൽ മതി, കിലോയിൽ എഴുതണ്ട. പ്രൊഡക്ഷൻ എത്രയാണ്? 2400. അത് ആർക്കൊക്കെ കൊടുത്തു? നമ്മൾ സെയിൽസ് റേഷ്യോ കണ്ടായിരുന്നു ഓരോരുത്തർക്ക് കൊടുത്തതായിട്ട്. ഓരോരുത്തർക്കും കൊടുത്തത് അങ്ങനെ തന്നെ എത്ര എണ്ണം വെച്ച് കൊടുത്തു, ബാലൻസ് എത്രയുണ്ട്. ഇതാണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ. അപ്പോൾ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിനും ഉണ്ടാകും, ഫിനിഷ്ഡ് ഗുഡ്സിനും ഉണ്ടാകും. റോ മെറ്റീരിയൽ ഈ ഐറ്റത്തിന് കിലോയിലാണ് നമ്മൾ റോ മെറ്റീരിയൽ എഴുതുന്നത്. എന്നാൽ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ഇവിടെ കിലോ എഴുതിയിട്ടുണ്ടെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ വിൽക്കുന്നത് നമ്പേഴ്സിലായതിനാൽ, ഇഷ്യൂ വരുന്നത് നമ്പേഴ്സിലായതിനാൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ എഴുതി. അടുത്തത് ഇദ്ദേഹം വേജസ് രജിസ്റ്റർ ഉണ്ടാക്കി. വേജസ് രജിസ്റ്റർ എങ്ങനെയൊക്കെയാണ്? അവിടെ ഇത്രയും സ്റ്റാഫുണ്ട്: ഗോപി, രവി, പീറ്റർ, അനസ്, ഗീത, രശ്മി, മേനി. ഇവരൊക്കെ ഓരോ പ്രാവശ്യവും മേടിച്ച പണം ക്യാഷ് ഇവിടെ എഴുതി. ടോട്ടൽ എത്ര ആയിട്ടുണ്ട്. ബാലൻസ് ഉള്ളത് ഡിസംബർ 31 അവർക്കൊക്കെ കൊടുത്തു. ഈ അഡ്വാൻസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം കൊടുത്തു. ടോട്ടൽ എത്രയാണ്? ഓരോരുത്തരുടെയും സാലറി അങ്ങനെ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വേജസ് രജിസ്റ്ററും പ്രിപ്പയർ ചെയ്ത് വെച്ചു. സാധാരണ രീതിയിൽ ഇങ്ങനെ ഓരോ സ്റ്റാഫിനെയും അങ്ങനെ വെച്ചുകൊണ്ടല്ല വേജസ് രജിസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ചെയ്താൽ മതി. അടുത്തത് ഇതിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു.